ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. ഫുട്ബോൾ ലോകം ഒന്നടങ്കം ഉറ്റുനോക്കുന്ന ഒരു മത്സരം ഇന്ന് വേൾഡ് കപ്പിന്റെ സെമി ഫൈനലിൽ അരങ്ങേറുന്നുണ്ട്. കരുത്തരായ ഇംഗ്ലണ്ടും അർജന്റീനയും തമ്മിൽ ഒരു വലിയ ഇടവേളയ്ക്ക് ശേഷം ഇപ്പോൾ ഏറ്റുമുട്ടുകയാണ്. മാത്രമല്ല, ചരിത്രപരമായി ഒരുപാട് സവിശേഷതകൾ ഈ മത്സരത്തിന് നിലനിൽക്കുന്നുണ്ട്. രാഷ്ട്രീയപരമായി അത്ര നല്ല ബന്ധത്തിൽ അല്ലാത്ത രാജ്യങ്ങളാണ് ഇംഗ്ലണ്ടും അർജന്റീനയും. അതുകൊണ്ട് തന്നെ ഈ മത്സരത്തിന് വലിയ ഹൈപ്പാണ് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷ് ഇതിഹാസമായ പോൾ ഷോൾസ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇന്നലെ നടത്തിയിട്ടുണ്ട്. ഈ മത്സരം വളരെ തീവ്രത നിറഞ്ഞ ഒരു മത്സരമായിരിക്കും. ഒരുപാട് യെല്ലോ കാർഡുകളും ഒരുപക്ഷെ റെഡ് കാർഡ് വരെ ഈ മത്സരത്തിൽ പിറക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, അർജന്റീന ഈ മത്സരത്തിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാകും, അത് വലിയ വിവാദമാകും. കാരണം അവർക്ക് ഈ മത്സരം അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെയാണ് പോൾ ഷോൾസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഇംഗ്ലണ്ടും അർജന്റീനയും സെമി ഫൈനലിൽ എത്തിയത് ഏറെക്കുറെ ഒരുപോലെയാണ്. രണ്ട് ടീമുകളും വളരെയധികം മികച്ച പ്രകടനം നടത്തി എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷെ രണ്ട് ടീമുകൾക്കും അവരുടെ മത്സരങ്ങൾ വിജയിക്കാൻ സാധിച്ചു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിൽ അർജന്റീന വിജയിച്ചത് ഭാഗ്യം കൊണ്ടാണ്. പക്ഷെ അർജന്റീനയുടെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തെന്നാൽ എത്ര ബുദ്ധിമുട്ടിയ സമയത്തും അതിനെ തരണം ചെയ്യാൻ അവർക്ക് സാധിക്കും. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മൾ അത് കണ്ടതാണ്. ഇത്തരം മത്സരങ്ങൾ എങ്ങനെ വിജയിക്കണം എന്നുള്ളത് കൃത്യമായി കൊണ്ട് അർജന്റീനക്ക് അറിയാം. ഇത് വളരെയധികം തീവ്രത നിറഞ്ഞ ഒരു മത്സരമായിരിക്കും. ഒരു പ്രശ്ന സാധ്യത മത്സരമാണ് ഇത്. നിരവധി യെല്ലോ കാർഡുകളും ഒരുപക്ഷെ റെഡ് കാർഡുകളും വരെ പിറക്കാൻ ഈ മത്സരത്തിൽ സാധ്യതയുണ്ട്. അർജന്റീന ഈ മത്സരത്തിൽ പരാജയപ്പെട്ടാൽ അത് വലിയ പ്രശ്നമാവാൻ സാധ്യതയുണ്ട്. കാരണം ഈ മത്സരത്തിന്റെ പിറകിൽ വലിയ ഒരു ഹിസ്റ്ററി തന്നെയുണ്ട്, ചരിത്രമുണ്ട്. ഇംഗ്ലണ്ടിനോട് പരാജയപ്പെട്ടാൽ അത് അർജന്റീനയെ വളരെയധികം വേദനിപ്പിക്കും, അവരുടെ ആളുകളെ വേദനിപ്പിക്കും. അതുകൊണ്ട് തന്നെ അവർ തോറ്റാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതാണ് ഇതിഹാസമായ പോൾ ഷോൾസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. വളരെയധികം തീവ്രത നിറഞ്ഞ കടുത്ത ഒരു പോരാട്ടമാണ് നമ്മെ കാത്തിരിക്കുന്നത് എന്നാണ് ഷോൾസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് തന്നെയാണ് ഫുട്ബോൾ ആരാധകർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. വളരെയധികം ആവേശഭരിതമായ ഒരു മത്സരം ഇന്ന് കാണാൻ കഴിയും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.